ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. കണ്ഠരര് രാജീവ് വരെ അറസ്റ്റിലായതിന് പിന്നാലെ അത് സത്യസന്ധമായ ഒരു രീതിയിലുള്ള അന്വേഷണമല്ല നടന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു മറുഭാഗം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഹൈന്ദവ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് അവർ. ഇന്നല്ലെങ്കിൽ നാളെ കോടതിയുടെ നിരീക്ഷണം വിട്ട് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് CBI അന്വേഷണം, എന്തുകൊണ്ട് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണം പോരാ എന്നതിനെ കുറിച്ച് ഇന്നത്തെ SIT കൊടുത്ത റിപ്പോർട്ട് തന്നെ മാത്രം മതി. ഇപ്പൊ ഇന്ന് SIT കൊടുത്ത റിപ്പോർട്ട് എന്താണ്? ഇന്നെന്ന് വെച്ചാൽ ഇന്നലെ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അത് കട്ടിളപ്പാളിയിൽ നിന്നും 15 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ആര്? SIT. ആ 15 സാമ്പിളുകൾ അത് ഏത് സ്വർണമാണ്, ആ സ്വർണത്തിന്റെ പ്യൂരിറ്റി എന്താണ്, ആ സ്വർണം യഥാർത്ഥത്തിൽ ശബരിമലയിൽ UB ഗ്രൂപ്പ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത് 24 കാരറ്റ് തനി തങ്കം പൊതിഞ്ഞ ആ സ്വർണം തന്നെയാണോ, അത് തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി VSSCക്ക് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSCക്ക് അയച്ചിരുന്നു. ആ 15 സാമ്പിളിന്റെയും റിപ്പോർട്ട് അവര് കോടതിയിൽ സമർപ്പിച്ചു SIT. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആ സ്വർണം യഥാർത്ഥത്തിൽ ഇവര് കൊടുത്ത സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 414 ഗ്രാം സ്വർണം, അതേപോലെ 184 ഗ്രാം സ്വർണം. ഈ സ്വർണത്തെ സംബന്ധിച്ച് VSC കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് 484 ഗ്രാം സ്വർണം കഴിച്ചുള്ള സ്വർണം 30.5 കിലോ സ്വർണം ഉപയോഗിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ സ്വർണം എവിടെ? ആ സ്വർണത്തിന്റെ ആന്റിക്യൂ വാല്യൂ കണക്കിലെടുക്കുമ്പോൾ അതിന് യഥാർത്ഥ സ്വർണത്തിന്റെ വിലയല്ല ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ ആ സ്വർണം എവിടെ? ആ സ്വർണം, അതായത് ഒരു കവർച്ചാ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളതാണ്. 484 ഗ്രാം സ്വർണ്ണമേ കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി എവിടെ? തൊണ്ടി മുതൽ എവിടെ? ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ SITക്ക് വല്ല ഉദ്ദേശവുമുണ്ടോ? ആ തൊണ്ടി മുതൽ എവിടേക്ക് പോയി എന്ന് കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നമുക്ക് ഇറ്റലിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അവിടെയാണ് സോണിയാഗാന്ധിയുമായ ബന്ധത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്. അവിടെയാണ് പുരാവസ്തു മൂല്യം ഉള്ള ഒരു വളരെ ആത്മീയ മൂല്യമുള്ള വസ്തുവിന് കോടാനുകോടി രൂപയുടെ മൂല്യം വരുന്ന ആ വസ്തുവിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ആ തിരോധാനത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്, ആ കച്ചവട സംഘത്തെ കുറിച്ച് പറയേണ്ടി വരുന്നത്. അവിടെ SITക്ക് എന്താ പറയാനുള്ളത്? SITക്ക് എന്താണ് ആ കാര്യത്തിൽ മുന്നേറാൻ കഴിയുക അന്വേഷണത്തിന്റെ രീതിയിൽ? അതിന് ഉത്തരം പറയണ്ടേ? ഈ കാര്യം നമ്മൾ അന്നേ പറഞ്ഞതല്ലേ, കേരള ഹൈക്കോടതി അതിനെ സൂചിപ്പിച്ചതല്ലേ. എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതിക്ക് അത് തോന്നാത്തത്? ഇപ്പോ ഇന്ന് കേരള ഹൈക്കോടതി ഒരു ഉത്തരവല്ല, തന്ത്രി സംഘടന ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടു. ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് അന്തർദേശീയ അധ്യക്ഷൻ അലോക് കുമാറാണ്. അദ്ദേഹം പറയുന്നത് എങ്ങനെയായിരുന്നു? ഈ SITയുടെ അന്വേഷണം മന്ദഗതിയിലാണ് നീങ്ങുന്നതും അതിനാൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം CBIയിലേക്ക് എത്രയും പെട്ടെന്ന് നീങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ആ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, തിരുവനന്തപുരം.